നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിൽ കാണാതായ മലയാളി ഡ്രൈവർ അർജുനായുള്ള തെരച്ചിലിനായി ഇന്ന് നാവികസേനയും ഇറങ്ങുമെന്ന് കാർവാർ SP. കഴിഞ്ഞ ദിവസം കാലാവസ്ഥ അനുകൂലമായിട്ടും നാവികസേനയ്ക്ക് പുഴയിലിറങ്ങി തെരച്ചിൽ നടത്താൻ അനുമതി ലഭിച്ചിരുന്നില്ല. പൂർണ്ണ തോതിലുള്ള ഒരു തെരച്ചിലാകും ഇന്ന് നടക്കുക. നാവികസേനയുടെ ഒരു ഡൈവിംഗ് സംഘവും ഈശ്വർ മാൽപ്പയുടെ ഒരു സംഘവും തെരച്ചിലിന് ഇറങ്ങും. ഇന്ന് രാവിലെ 10 മണിക്ക് നാവികസേനയുടെ നേതൃത്വത്തിൽ തെരച്ചിൽ ആരംഭിക്കുമെന്നാണ് കാർവാർ SP നാരായണ വ്യക്തമാക്കുന്നത്. പുഴയുടെ ഒഴുക്കിന്റെ വേഗം 2 നോട്ടായി കുറഞ്ഞത് ആശ്വാസകരമാണ് എന്ന് SP പറഞ്ഞു. ഇന്ന് ജില്ലയിൽ വലിയ മഴ പ്രതീക്ഷിക്കുന്നുമില്ല. പ്രത്യേക അലർട്ടുകളും ഒന്നുമില്ല. നാവികസേനയുടേത് അടക്കം 50 സേനാംഗങ്ങൾ ഇന്ന് തെരച്ചിലിൽ പങ്കെടുക്കുമെന്നും SP അറിയിച്ചിട്ടുണ്ട്. നാവികസേന, SDRF, NDRF, പോലീസ് എന്നീ സേനകൾ പുഴയിലെ തെരച്ചിലിന് ഉണ്ടാകും. ഫിഷറീസ്, തുറമുഖ വകുപ്പ് ഉദ്യോഗസ്ഥരും സഹായത്തിനായി ഉണ്ടാകും. കരസേനയുടെ ഹെലികോപ്റ്റർ റൂട്ടിൽ തെരച്ചിലിന്റെ ഭാഗമായി സർവേലൻസ് സഹായത്തിനും ഉണ്ടാകുമെന്ന് SP വ്യക്തമാക്കി. ഇന്നലെ ഈശ്വർ മാൽപ്പ നടത്തിയ തെരച്ചിലിൽ അർജുന്റെ ലോറിയുടെ ഹൈറോളിക് ജാക്കിയും ടാങ്കർ ലോറിയുടെ ചില ഭാഗങ്ങളും കണ്ടെത്തിയിരുന്നു. ഗംഗാവലി പുഴയുടെ ഒഴുക്കിന്റെ ശക്തി കുറഞ്ഞതിനാൽ തെരച്ചിൽ എളുപ്പമാകുമെന്നാണ് ഈശ്വർ മാൽപ്പയുടെ വിശദീകരണം. അതേസമയം നാവികസേനയുടെ നേതൃത്വത്തിലുള്ള തെരച്ചിലിന്റെ പ്രതീക്ഷയുണ്ടെന്ന് അർജുന്റെ കുടുംബം വ്യക്തമാക്കി. കാര്യക്ഷമമായ തെരച്ചിൽ നടത്തണം. സംസ്ഥാനം ഔദ്യോഗികമായ തെരച്ചിലിന് നേതൃത്വം നൽകുന്നത് പ്രതീക്ഷ നൽകുന്നുണ്ട് എന്ന് അർജുന്റെ സഹോദരി ഭർത്താവ് പറയുന്നു. ഇന്നലെ ലോറിയുടെ ഒരു ഭാഗം കണ്ടെത്താനായത് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. കൂടുതൽ പേർ എത്തി തെരച്ചിൽ നടത്തുന്നതുകൊണ്ട് പ്രതീക്ഷയുണ്ടെന്നും അർജുന്റെ കുടുംബം അറിയിച്ചു. ദൌത്യം പുനരാരംഭിക്കാൻ വൈകുന്നതിൽ അർജുന്റെ കുടുംബം കഴിഞ്ഞ ദിവസം ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടത്തിനെതിരെ വിമർശനവുമായി രംഗത്ത് വന്നിരുന്നു. തെരച്ചിൽ ആരംഭിച്ചില്ല എങ്കിൽ ഷിരൂരിൽ കുടുംബം ഒന്നടങ്കം പ്രതിഷേധിക്കുമെന്നാണ് അർജുന്റെ സഹോദരിയുടെ ഭർത്താവ് ജിതിൻ നേരത്തെ പ്രതികരിച്ചത്.